ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കണ്ണൻ മലയ്ക്ക് പോയി വന്ന ഉടൻ തന്നെ മഞ്ജുവും സാഗറും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാവരും തന്നെ ഒരു അടിപൊളി ഗംഭീര യാത്ര തന്നെയാണ് പോയിരിക്കുന്നത്. അതും ഹണിമൂണ്. അങ്ങനെ അവർ ഹണിമൂണൊക്കെ പോയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെ ദുർഗയുടെയും കരുണയുടെയും മുമ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, എന്തായാലും 2-3 ദിവസമൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവാം, എന്നാൽ പിന്നെ എനിക്ക് ഈ വീടങ്ങ് പൂട്ടാമായിരുന്നു എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ നമ്മുടെ ദുർഗയും കരുണയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ കണ്ണന് സാധിച്ചത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഇപ്പോൾ കണ്ണനോട് എതിർത്ത് നിൽക്കാൻ പോലും ഭയങ്കര പേടിയാണ്. ഒന്നാമത് നമ്മുടെ കണ്ണനാണെങ്കിൽ അഡ്വക്കേറ്റാണ്, പിന്നെ നല്ല കരുത്തും ധൈര്യമൊക്കെ കണ്ണനിപ്പോൾ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണനോട് ഒന്നും തന്നെ പറയാൻ ഇപ്പോൾ കരുണയും ദുർഗയും ഉണ്ണി പോലും പോകാറില്ല. അപ്പോൾ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളും കൂടെ വരാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ട്രിപ്പ് പോകാമല്ലോ, ഞങ്ങളുടെ കൂടെ എന്തായാലും നിങ്ങൾ വരണ്ട. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പോലും സാധിക്കാൻ കഴിയില്ല. ഞങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ ചുമ്മാ അവിടെ കറങ്ങി തിരിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നതെന്നൊക്കെ കണ്ണനും മഹിയും പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, എൻ്റെ മഞ്ജുമോളെ നീ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ആണെങ്കിലും അവിടെ സാഗറിനെയും കൂട്ടി നമ്മുടെ കമലേശ്വരം വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിലും സാഗറൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെ കണ്ട സന്തോഷത്തിൽ ഹലക്ഷ്മി പറയുന്നുണ്ട്, ആ വന്നോ നിങ്ങൾ എന്നുള്ള ഇതിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, ആ ഏട്ടത്തി വന്നു, എന്തായാലും നമുക്ക് എപ്പോൾ തന്നെ ഇറങ്ങാമല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അധികം സമയമൊന്നും വൈകണ്ട, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ അമ്മയെന്നൊക്കെ ദുർഗയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിലാണ്. എന്തായാലും ദുർഗയെ കൂടെ കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെ കണ്ണനോട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട മഞ്ജു, വെറുതെ എന്തിനാ അവരോരോ പ്രശ്നങ്ങളും ഉണ്ടാക്കും, നമുക്ക് സന്തോഷിക്കാനല്ലേ നമ്മളെല്ലാവരും പോകുന്നത്, അതുകൊണ്ട് തന്നെ അവരെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, ശരി ഏട്ടാ, എന്നാൽ പിന്നെ മാർക്കോ ചേട്ടനെയും കൂടെ കൊണ്ടുപോയാലോ, അവരെല്ലാത്തിനും നമ്മുടെ കൂടെ നിന്നതല്ലേ, അവരെയും കൂടെ കൊണ്ടുപോകാം അല്ലേ ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, അവനെ എന്തായാലും കൊണ്ടുപോകണം, അവനെല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ളതാണ്, അവനെ പിന്നെ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോയും കൂടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ലോപ്പസും മാർക്കോയും സാഗറും കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവും ഒക്കെ കൂടെ തന്നെയാണ് യാത്ര പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ. കരുണ പറയുന്നുണ്ട്, എന്താ ഇത്, എപ്പോൾ നോക്കിയാലും ഓരോ കറക്കം തന്നെ, അവൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അവൾ കാത്തിരിക്കുന്നത് പോലെയാണല്ലോ ഓരോന്നും ചെയ്യുന്നത്, എപ്പോഴും അവളുടെ കൂടെ തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്തിനാ പിന്നെ നമ്മൾ മാത്രമേ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ ഉണ്ണിയേട്ടാന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയും കൊണ്ട് നമ്മുടെ കരുണ പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പം ദുർഗ പറയുന്നുണ്ട്, ഞാനും കൂടെ വരട്ടെ. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എന്തിനാ ഈ വയസ്സാം കാലത്ത് നിങ്ങൾ വന്നിട്ട്, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുർഗയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയാണ് നമ്മുടെ കരുണയാണെങ്കിൽ ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല മഞ്ജു, എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും അവർ വേണ്ട, നമ്മൾ മാത്രം മതി എന്നുള്ള ഇതിൽ തന്നെ കണ്ണൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം കണ്ണൻ അറിയാം ദുർഗ വന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ നിന്ന് അടി ഉണ്ടാക്കും എന്നുള്ള കാര്യം കണ്ണൻ അറിയാവുന്നതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, ദുർഗമ്മ നിങ്ങൾ വരണ്ട, നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഉണ്ണിമകൻ്റെ കൂടെ പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് അമ്മയോട്, അമ്മയായിട്ടുണ്ടാക്കി വെച്ചതല്ലേ ഇതൊക്കെ, കണ്ണേട്ടനോടും മഹാലക്ഷ്മി ഏട്ടത്തിയോടൊക്കെ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു, കണ്ണേട്ടൻ പൊന്നുപോലെ നോക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ ദുർഗയോടാണെങ്കിൽ. ദുർഗയാണെങ്കിൽ, ഓ പിന്നെ അവൻ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ദുർഗ നിൽക്കുന്നത് തന്നെ. അപ്പോഴാണ് അവിടെ സാഗറും പിന്നെ മാർക്കോയും കൂടെ എത്തുന്നത്. സാഗറാണെങ്കിൽ മാർക്കോയെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് സാഗർ വന്നിട്ട് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. യാത്ര പോകുന്ന ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാൻ തന്നെയുണ്ട്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഇതെന്തായാലും ഗംഭീര യാത്ര തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ അടിച്ചു പൊളിച്ച് യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ അവിടെ എത്തി അവർ തിരിച്ചു വരുന്ന സമയത്താണ് അവിടെ നമ്മുടെ കരുണയൊക്കെ വീട്ടിലുണ്ടായിരുന്നു, കമലേശ്വരം വീട്ടിൽ തന്നെ. അങ്ങനെ കമലേശ്വരം വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കരുണയ്ക്ക് ആ സന്തോഷ വാർത്ത നേരിട്ട് തന്നെ അറിയാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വന്ന ഉടൻ തന്നെ ഒരമ്മയാണ് എന്നുള്ള വാർത്ത അവിടെ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം മഹാലക്ഷ്മിക്ക് ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം മഹാലക്ഷ്മി അത്രയേറെ കാത്തിരുന്നിട്ടുണ്ട് ഈ ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ മഞ്ജുവും പിന്നെ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ സന്തോഷം ഇല്ലാത്തത് നമ്മുടെ
കരുണയ്ക്ക് തന്നെയാണ്. കരുണയാണെങ്കിൽ ഇത് കേട്ട ഉടൻ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താ ഇവളീ പറയുന്നത്? ഇവൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നുള്ള ഇതിൽ ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടാൻ പോകുന്നത്? അവൾ ഒരമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ്. അവളുടെ കുഞ്ഞിനോ അവൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ കരുണേ, നിന്നെ ഞാൻ ഒന്നും കൂടെ ഇവിടെ കാണാൻ വരും. പക്ഷേങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാർക്കോ നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവിതം സേഫ് ആക്കുകയാണ് ചെയ്യുന്നത് തന്നെ. കരുണയോട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മാർക്കോ ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ആരാ എന്നെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ മാർക്കോയോട് സംസാരിക്കാൻ കരുണയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കരുണ സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ദുർഗയോട് പറയുന്നുണ്ട്, അവൻ ആരാ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ദുർഗയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അവൾ അങ്ങനെ ഒരു അമ്മയാവാൻ സമ്മതിക്കില്ല ഒരിക്കലും. ഞാൻ എന്തായാലും അവളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ ഒന്നും ഇല്ലാതാക്കിയിട്ടില്ല കരുണേ. നീ കുടിച്ച വിഷം പാല് നീ എനിക്ക് വേണ്ടി എല്ലായിരുന്നോ വെച്ചിരുന്നത്? ആ വിഷപ്പാല് നീ തന്നെ എടുത്ത് കുടിച്ചതിൽ എന്നെ എന്തിനാ കുറ്റം പറയുന്നത്? അതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് നിന്നോട് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. അത് ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനെ നീ വെറുക്കരുത് കരുണേ. നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോ ഉപദ്രവിച്ചോ, പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുതെന്നൊക്കെ കരഞ്ഞുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ എന്തിനാണോ പേടിക്കുന്നത്? അവൾ ആ വാശിപ്പുറത്ത് ഓരോന്ന് പറയുന്നതല്ലേ, താനത് വിട്, നമുക്ക് റൂമിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് മഹാലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചിട്ട് കരയാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ എന്തിനാണോ വിഷമിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളത് ആ വാശിപ്പുറത്ത് പറയുന്നതാണ്. അവൾ കുഞ്ഞിനെയൊന്നും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ടാ, അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഞാനൊരു അമ്മയായതിൽ. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കണ്ണേട്ടാ എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ ആശ്വസിപ്പിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, ആ കുഞ്ഞിനും നമുക്കും ഒന്നും വരില്ലട്ടോ, എന്തായാലും അയ്യപ്പസ്വാമി നമ്മുടെ കൂടെയല്ലേ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ പിറ്റേന്ന് തന്നെ ആണിനും പെണ്ണിനും വേണ്ട എല്ലാ കുഞ്ഞുടുപ്പുകളെല്ലാം വാങ്ങിച്ചു വരുന്നത് ദുർഗ ഇങ്ങനെ കാണുകയാണ്. ദുർഗയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് കലി തുള്ളുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, കണ്ടില്ലേ, കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല, അപ്പോഴേക്കും അവനും അവളും കൂടെ ആണെങ്കിൽ കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന സമയത്ത് ഇവരുടെ ഒന്നും സന്തോഷം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, കരുണേ, നിന്റെ കുഞ്ഞിനോടോ നിന്നോടോ ഞങ്ങൾക്കൊരു വെറുപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിക്കുമ്പോഴും നിന്നെ ഞങ്ങൾ സ്നേഹിക്കണമായിരുന്നു. നിൻ്റെ ഉള്ളിലെ വിഷം ഞങ്ങൾക്ക് നല്ലപോലെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നിനും വരാതിരുന്നത്. നീ എന്തായാലും ഇനിയെങ്കിലും ഒരു നല്ല പെങ്കൊച്ചായിട്ട് നിൽക്കുക. നിനക്ക് എന്തായാലും ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല. അതുകൊണ്ട് നിനക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗവും ഉണ്ടാവും. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുതെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. ചെയ്താൽ പിന്നെ നീ കാണാൻ പോകുന്നത് സെൻട്രൽ ജയിലായിരിക്കും. അത് നിനക്ക് ഓർമ്മ വേണം. ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് നിന്നെ അകത്തിടാൻ വേണ്ടി അതേ സമയമൊന്നും വേണ്ട കരുണയെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ ആ കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ച് ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. അങ്ങനെ അവർ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. ആൺകുഞ്ഞു വേണോ പെൺകുഞ്ഞു വേണോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ ചെറിയ ചെറിയ പ്രണയ നിമിഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരീസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.